ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് കുക്ക്ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി പരിചയപ്പെടാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് റെഡിയാക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി കയ്യിലുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, അല്ലാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. 1/4 ടീസ്പൂൺ കുറച്ചുകൂടി ഉണ്ടാവും കേട്ടോ. 1 ടീസ്പൂൺ തികച്ചില്ല. അപ്പോൾ അതോടെ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ലൂസിൽ നമുക്ക് പൊടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലായിരിക്കും കേട്ടോ പൊടി ഉണ്ടാവുക. കയ്യിലൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റ് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ബൗളിൽ എല്ലാ സൈഡിലും ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓയിൽ ഞാൻ ഈ മാവിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ബൗളിൽ തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം 1.5 to 2 മണിക്കൂറൊക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ബൗള് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഈ മാവിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതപ്പോൾ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സവാള മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് കൂടെ ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 150 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഈ ചിക്കനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ചിക്കൻ പീസുകൾ ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് പിച്ചിക്കീറി എടുത്തിട്ടുള്ളതാണ്. ഇതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഇനി 2 മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടെ ഞാൻ ഈ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗ്ഗിൽ മസാല പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള പ്ലേസൊക്കെ ആകുമ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ തന്നെ അധികമാണ്. പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നോളും. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാവ് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിലാണ് ഞാൻ സ്നാക്സ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാനിൻ്റെ എല്ലാ സൈഡിലും പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാവ് നമുക്ക് ഈ പാനിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
പാനിൻ്റെ എല്ലാ സൈഡിലും മാവ് ഒരേ രീതിയിൽ ലെവലാക്കി കൊടുക്കാം. ഈ മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ചീസ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് കത്തി വെച്ചിട്ട് നെടുകിയ 2 സൈഡിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവിടെ ചീസ് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇത് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്സ് സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ളിലായിട്ട് ഞാനൊരു സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് മാവ് ഫില്ല് ചെയ്തിരിക്കുന്ന ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. പാൻ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ട് ഫ്ലെയിം കുറക്കണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. മാവിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. അടുപ്പിൻ്റെ ഹോള് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറക്കണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഞാനിതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. പാനിൽ നിന്ന് എല്ലാ സൈഡും പതിയൊന്ന് വിടിച്ചതിന് ശേഷം തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള എഗ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ സ്നാക്സ് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. കുറച്ച് കെച്ചപ്പോടെ കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു.